ശ്രീരാമനെയും ഹനുമാൻ സ്വാമിയൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ ഈ ദിക്ക് കേന്ദ്രീകരിച്ച് കിടക്കുകയാണ് ആദ്യം വേണ്ടത്. നമ്മുടെ മനസ്സ് ഏകാഗ്രമായി നമ്മൾ അർച്ചിക്കുന്ന എന്തും ദേവന് പ്രിയപ്പെട്ടാണ്, ദേവന് വിരോധമില്ല. പക്ഷെ ആ ദേവചൈതന്യം നമ്മൾ ശ്രീകോലി ചെയ്യുന്ന ആചരണം കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമസ്കാരം, ജ്യോതിഷ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഒരു ദിവസത്തെ പ്രഭാതം ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ആ പ്രഭാതം എങ്ങനെയായിരിക്കുമോ, നല്ല പോസിറ്റീവായിട്ട് പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേൽക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസവും നമുക്ക് വളരെ പോസിറ്റീവാകും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ നമ്മുടെ പ്രഭാതത്തിൽ നമ്മൾ പാലിക്കേണ്ട അത്തരം ഒരു ദിവസം മുഴുവൻ പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് നമ്മോട് സംസാരിക്കാൻ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കൈപ്പകശ്ശേരി ശ്രീ ഗോവിന്ദൻ തിരുമേനിയാണ്. തിരുമേനി നമസ്കാരം. നമസ്കാരം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതെന്താ? നമ്മള് രാവിലെ എണീക്കുന്നതിന് മുമ്പ് വൈകുന്നേരം കിടക്കുന്നത് തൊട്ട് തുടങ്ങാം. രാവിലെ നല്ല എന്താ പറയാ, നല്ല ഉറക്കം കിട്ടി എഴുന്നേക്കുന്നതിന് വേണ്ടിയിട്ടാണോ, ഈ നല്ല ഉറക്കത്തിന് വേണ്ടിയിട്ടാണോ ഈ രാത്രി? അല്ല, നല്ല ഉറക്കത്തിന് വേണ്ടി മാത്രമല്ല. പിന്നെ അതായത് നമ്മൾ തല വെക്കുന്ന രീതി തൊട്ട് ഒരാളുടെ ഉറക്കം തുടങ്ങുകയാണല്ലോ. അപ്പൊ ഇപ്പൊ ഈ ഫ്ലാറ്റിന്റെ സിസ്റ്റവും മറ്റു വീടുകളൊക്കെ വന്നതുകൊണ്ട് ശരിക്കും കിടക്കാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ടത് പടിഞ്ഞാട്ടും വടക്കോട്ടും തല വെക്കാറില്ല. കിഴക്കോട്ടും തെക്കോട്ടുമാണ് നമ്മൾ തല വെക്കുന്നത്. വേണ്ട പടിഞ്ഞാട്ട്, വേണം കിഴക്കോട്ട്, വേണമെങ്കിൽ തെക്കോട്ട്, വേണ്ട വടക്കോട്ട്. ഇതാണ് നിയമം. ശരിക്കും നമുക്ക് ഭൂഗുരുത്വാകർഷണ ബലത്തെ കുറിച്ച് അറിയാം. വടക്കു ഭാഗത്തൊക്കെ ശക്തമായ ഭൂഗുരുത്വാകർഷണ ബലമുള്ള സ്ഥലമാണ്. അപ്പൊ നമ്മുടെ ശരിക്കും ഓർമ്മശക്തി, നമ്മുടെ മെമ്മറി പവർ, നമ്മുടെ ബുദ്ധിശക്തിയൊക്കെ കുറവുകൾ സംഭവിക്കുന്നു. നമുക്ക് അഗാധമായ ക്ഷീണം സംഭവിക്കാൻ സാധ്യതയുണ്ട് പടിഞ്ഞാറ് ഭാഗത്തിറങ്ങാൻ. ശാസ്ത്രീയമായി അങ്ങനെയാണ് പറയണത്. അതിന് ഡിവോഷണലായിട്ട് പല ദോഷങ്ങളായിട്ട് പണ്ട് കാരണവന്മാർ കൺവേർട്ട് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ദോഷങ്ങൾ നമുക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ വൈകുന്നേരങ്ങളിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ പരദേവത, നമ്മുടെ കുലദേവത, നമ്മുടെ ദേശാധിപതിയായി നിൽക്കുന്ന ഈശ്വരന്മാരെയൊക്കെ പ്രാർത്ഥിച്ച് ശ്രീരാമനെയും ഹനുമാൻ സ്വാമിയൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ ഈ ദിക്ക് കേന്ദ്രീകരിച്ച് കിടക്കുകയാണ് ആദ്യം വേണ്ടത്. അപ്പൊ തിരുമേനി ഞാൻ ചോദിക്കട്ടെ, ഈ ചില ഫ്ലാറ്റിന്റെ നിർമ്മാണ രീതിയൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ അവർക്ക് പടിഞ്ഞാട്ട് തല വയ്ക്കാൻ പറ്റത്തില്ല, ഈ പറയുന്ന ദിക്കുകളിലേക്ക് തല വയ്ക്കാൻ ഉള്ള ഒരു സൗകര്യം ഇല്ലെങ്കിൽ ഇപ്പൊ അവരെന്ത് ചെയ്യും? അപ്പൊ അവർക്ക് അതൊരു ദോഷമായിട്ട് ഭവിക്കത്തില്ലേ? സംശയമില്ല, അത് ദോഷാവും. ഇപ്പൊ ഈ നമ്മൾ അതിൻ്റെതായി നിൽക്കുന്ന ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടുണ്ടല്ലോ. കാരണം രോഗപീഠകളായാലും പഴയ ഊർജ്ജസ്വലത കുറവൊക്കെ കാണുന്നുണ്ടല്ലോ. പക്ഷെ നമ്മൾ ഇപ്പൊ നോർമലി ആൾക്കാരൊക്കെ ഫ്ലാറ്റുകളിലൊക്കെ കോമ്പസ് ഒക്കെ വെച്ച് മാക്സിമം ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം. വിധിക്കൊക്കെ ആവുമ്പോഴാണ് പ്രശ്നം വരണം. ഫ്ലാറ്റുകളിലും വാസ്തു നോക്കിയാണ് ഇപ്പൊ നിർമ്മാണങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ കിടക്കുമ്പോ നമ്മള് ജപിക്കേണ്ട എന്തെങ്കിലും മന്ത്രങ്ങൾ ജപിച്ച എന്തെങ്കിലും നാമം, ചിലവര് സ്വപ്നം കാണാണ്ടിരിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും. നമ്മള് സാധാരണഗതിക്ക് ഹനുമാൻ സ്വാമിയെ പണ്ടൊക്കെ കേട്ടല്ലേ മുത്തശ്ശിമാരൊക്കെ, ആലത്തൂരെ ഹനുമാനെ പേടി കാട്ടരുത്, പേടി സ്വപ്നം കാട്ടിയാലോ വാലുപൊക്കി അടിക്കണം. അങ്ങനെ ചൊല്ലിക്കിടക്കുന്നത് നമുക്ക് ആ മന്ത്രം ചൊല്ലുന്നോണ്ട് നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു പവർ കൊണ്ടാണോ, അതോ ആ മന്ത്രത്തിന് എന്തെങ്കിലും ശക്തി ഉള്ളതുകൊണ്ടാണോ? അങ്ങനെയല്ല, ശരിക്ക് നമ്മളെ ദൃശ്യവും അദൃശ്യവുമായി നിൽക്കുന്ന ഓർമ്മയിലും മറവി ഉറക്കത്തിലും നമുക്ക് സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ ഒരു മകനെ പോലെ സംരക്ഷിക്കാൻ പറ്റുന്നതാണ് ഹനുമാൻ സ്വാമി. അതായത് സ്മരിച്ചാൽ പോലും അദ്ദേഹത്തിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും, നല്ലൊരു ഭക്തരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അദ്ദേഹത്തോട് എന്ത് ചോദിച്ചാലും അത് നടത്താം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സംരക്ഷണ കവചം നമുക്ക് ഉണ്ടാവും ഉറക്കത്തിലും. നമ്മൾ അതായത് ആ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫലമുണ്ട്. അത് അദ്ദേഹം ആ ഉത്തരവാദിത്തത്തോടെ നിറവേറ്റും എന്നാണ് പണ്ട് തൊട്ടുള്ള ഒരു ഇത്. അതല്ലേ ശ്രീരാമസ്വാമി പോലും അങ്ങനെയല്ലേ അദ്ദേഹത്തെ ശ്രീരാമസ്വാമി പറയണ എന്താ, ശ്രീരാമനെ എവിടെ നമ്മള് സ്മരിച്ചാലും ആദ്യം ഹനുമാൻ ഉണ്ടാവും. കേട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ ഇന്ന സൈഡിലേക്ക് ചിലർ ഇടത് തിരിഞ്ഞെഴുന്നേക്കണം എന്നൊക്കെ പറയില്ലേ, അതെന്താ അങ്ങനെ പറയുന്നത്? നമ്മുടെ ഊർജത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രഭാഗം കിഴക്ക് അഭിമുഖമായിട്ടാണ് പറയുന്നത്. ഈ
പ്രകൃതിയുടെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ സൂര്യനുമായി ബന്ധപ്പെട്ടാണ്, സൂര്യപ്രകാശവുമായി ബന്ധപ്പെട്ടാണ്. കാരണം രാവിലെയുള്ള സൂര്യപ്രകാശത്തിന്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ രാവിലെ സൂര്യനെ തൊഴുന്നു, സൂര്യനെ പ്രാർത്ഥിക്കുന്നു, സൂര്യനെ നോക്കി നാമം ജപിക്കുന്നു, സൂര്യ നമസ്കാരം സൂര്യനെ നോക്കി ചെയ്യുന്നു. ഇതൊക്കെ ഋഷീശ്വരന്മാര് ഏതാണ്ട് യുഗാന്തരങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാണ്. ഇന്ന് ശാസ്ത്രീയമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ആ സൂര്യപ്രകാശം ഏറ്റവും വലിയ മെഡിസിൻ ആണ്. അപ്പൊ ആ സൂര്യന് അഭിമുഖമായി എണീക്കുക എന്ന് പറഞ്ഞിട്ട് കിഴക്കോട്ട് തിരിഞ്ഞെണീക്കുന്നത് വളരെ നല്ലതാണ്. അതായത് കിടക്കുന്നതിന്റെ കിഴക്കോട്ട് അല്ലാണ്ട് ഇടത് വലതെന്നുള്ളതല്ല, നമ്മൾ കിടക്കുന്നതിന്റെ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞെണീക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മള് രാവിലെ ഉണർന്നെഴുന്നേറ്റ് നമ്മള് കരാഗ്രേ വസതേ ലക്ഷ്മി അല്ലെ, കരമധ്യേ സരസ്വതി, കരമൂലേഷു ഗോവിന്ദ, പ്രഭാതേ കരദർശനം ചൊല്ലി നമ്മൾ എഴുന്നേറ്റ് നമ്മള് പല്ല് ബ്രഷ് ചെയ്യുന്നു. അതിനു മുമ്പ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? അതെയോ ബ്രഷ് ചെയ്യുമ്പോൾ അതുപോലെ ഏതെങ്കിലും ദിശയിലേക്ക് തിരിഞ്ഞെന്ന് ചെയ്യണോ? അങ്ങനെയൊക്കെ എല്ലാത്തിനും നിയമമുണ്ട്. ഇതെന്താ വെച്ചാൽ നമ്മളൊരു കിടക്കേന്ന് എണീക്കുമ്പോ തന്നെ ഇപ്പൊ അങ്ങ് ചൊല്ലിയ അതേ മന്ത്രം, അതായത് നമ്മള് ഒരു നാമം ജപിക്കുമ്പോഴും നമ്മൾ കണ്ണടച്ച് ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലാണ് ആ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത്, നമ്മുടെ സങ്കല്പത്തിലാണ്. അപ്പൊ നമ്മുടെ ശരീരം തന്നെ ഒരു ക്ഷേത്രമായിട്ടാണ് കണക്കൂട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും നമ്മുടെ കൈകളിലുള്ള ആ 3 ത്രിസങ്കല്പങ്ങളെ നമ്മൾ കണ്ട് തൊഴുത് അവരെ സ്മരിച്ചിട്ടാണ് നമ്മൾ ആ കിടക്ക വിട്ട് എണീക്കണതിന്. എണീക്കുമ്പോഴോ ഈ ഭൂമിയെ നമ്മൾ ഭൂമിദേവിയായിട്ടാണ്, സമുദ്രേ വസതേ ലക്ഷ്മി, ആ ഒരു അതായത് ഭൂമിദേവിയെ നമ്മൾ കാല് തൊടാൻ പോവുകയാണ്. അപ്പൊ ഭൂമിദേവിയെ തൊട്ട് തൊഴുക. ഭൂമിദേവിയെ തൊട്ട് തൊഴുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവതിയുടെ മടിത്തട്ടിലേക്ക് നമ്മൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിൽ പറയുമ്പോൾ അതിന്റെ ശാസ്ത്രീയമായ വശം നമ്മുടെ ശരീരത്തുള്ള സ്റ്റാറ്റിറ്റിക് എനർജി, നമ്മളിങ്ങനെ കിടക്കുവാണല്ലോ, ആ എനർജിയെ നമ്മൾ ഭൗമോർജവുമായി ബന്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ കാലങ്ങ് വെക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജിയുടെ പ്രസരണം ഒഴിവാക്കാൻ കൈ തൊട്ട് നമ്മുടെ നെഗറ്റീവിനെ ഭൂമിയിലേക്ക് എർത്ത് ചെയ്യിപ്പിക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ. കൈ തൊട്ട് അതാണ് ആ കാല് തൊടുമ്പോ കാലിനകത്താണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ എല്ലാ അവയവങ്ങളുടെയും അവസാനം കാലിനട. അതുകൊണ്ടല്ലേ നമ്മൾ നഗ്നപാതരായി നടന്നു കഴിയുമ്പം കിഡ്നിക്ക് നല്ലതാണ്, ഹൃദയത്തിന് നല്ലതാണ്, ഷുഗർ മാറുന്നു, പ്രഷർ മാറുന്നു, അങ്ങനെയൊക്കെ പറയുന്നത്. ആ എനർജി ലെവല് കാലിന് പ്രഷർ എടുക്കുന്നത് കൂടുതൽ ശരീരത്തേക്ക് ബാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കൈ തൊട്ട് നമ്മൾ തൊഴുന്നു. അപ്പൊ അത് വിശ്വാസത്തിന്റെ പാതയിൽ അന്ന് പറഞ്ഞു ശാസ്ത്രീയമായിട്ട് ആ ഭൗമോർജത്തെ ആഗിരണം ചെയ്യണം. അങ്ങനെ നമ്മൾ അതിലേക്ക് ഇറങ്ങുക. അതിനുശേഷമാണ് നമ്മുടെ അത് ബ്രഷ് ചെയ്യാൻ പോകുമ്പോ നമ്മള് സ്നാനത്തിന് നമ്മള് മറ്റേ വാഷ് ബേസിന്റെ ഫ്രണ്ടിൽ നിന്ന് കണ്ണാടി നോക്കി പല്ല് വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. അതല്ലാണ്ട് അതിന് ശാസ്ത്രീയമായിട്ട് ശരിക്ക് ഈ പല്ല് നന്നായ പാതി നന്നായി, മുഖം നന്നായ മുഴുവൻ നന്നായി എന്ന് പണ്ട് മുത്തശ്ശിമാര് പറയാറുണ്ട്. നമ്മള് എവിടെയാണോ ഇതാണ് വടക്ക് വശം തിരിഞ്ഞ് പല്ല് തേക്കണം, വടക്കോട്ട് നോക്കി. മനസ്സിലാവുന്നുണ്ടോ? വടക്കോട്ട് നോക്കി പല്ല് തേക്കണം എന്ന് പറയണേ. അതായത് ശരിക്കും അതിന് മന്ത്രം പോലും പറയുന്നുണ്ട്. അതിന് മന്ത്രമൊന്നും ഞാൻ പറയുന്നില്ല. പല്ല് തേക്കുമ്പോ വടക്ക് ദേശത്ത് അഭിമുഖമായിട്ട് പല്ല് തേക്കുക. അതിനെന്തെങ്കിലും ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ വടക്കോട്ട് നോക്കി പല്ല് തേക്കുക? ശാസ്ത്രീയമായിട്ടുള്ളതിനേക്കാൾ കൂടി അതൊരു എന്താ പറയണ പണ്ടത്തെ കാലത്ത് പറയണത് അതൊരു കാമദേവ സങ്കല്പത്തിൽ ചെയ്യണം എന്നാ പറയണേ. അങ്ങനെ ചെയ്യണം. കാമദേവൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കുകൊണ്ട് ആ അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഒരു നമ്മളെ കാണുമ്പോൾ ഒരു എനർജി ആയി നിൽക്കുന്ന ഓറയുള്ള ഫേസ് കിട്ടുക, ഓറയുള്ള ഇതുണ്ടാവുക. അതാണ് ഓരോ ശക്തി ഉണ്ടല്ലോ, ആ ശക്തിക്ക്. അല്ലാതെ നമ്മൾ ആ കാമദേവൻ എന്ന് പറഞ്ഞ പോലെ ആ പേരിനോട് അർത്ഥമാക്കുന്ന രീതിയല്ല അതിനെ ഉദ്ദേശിക്കുന്നത്. ഓറയുണ്ടാവും, അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മള് കുളിക്കാനായിട്ട് കയറുന്നു. കുളിക്കുമ്പോ അതുപോലെ ചിലവര് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുളിക്കുമ്പം തലയിൽ ആദ്യം വെള്ളം ഒഴിക്കുമ്പോ എന്തെങ്കിലും മന്ത്രമൊക്കെ ചൊല്ലി. വീട്ടിൽ എന്റെ അച്ഛനൊക്കെ അങ്ങനെ ചെയ്യുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്താ പറയണ, ഈ ഓടി ചെന്നിട്ട് തലയിലേക്ക് വെള്ളം ഒഴിക്കുന്നത് അപകടമാണ്. ശരിക്കും സ്നാനത്തിന്റെ രീതി അങ്ങനെയല്ല. നമ്മളിപ്പോ ഷവർ ഓൺ ചെയ്യണു, താഴെ പോയി നിൽക്കണു, അങ്ങനെയല്ല. നമ്മള് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മുട്ടിന് താഴെ കാല് വൃത്തിയായിട്ട് കഴുകി, കൈകൾ രണ്ടും കഴുകി,
അതിനുശേഷമാണ് ശരീരം കഴുകി അവസാനമാണ് തലയിലേക്ക് വെള്ളം ഒഴിക്കുന്നത്. താഴേന്ന് ഇങ്ങനെ കേറി കേറി വരുള്ളൂ. അതായത് നമ്മൾ ആ കാൽപാദം കഴുകി, മുട്ടുവരെ കഴുകി, കൈ രണ്ടും കഴുകി, മുഖം കഴുകി, മേല് കഴുകി ആണ് തലയിലേക്ക് വെള്ളം അവസാനം തലയിൽ വെള്ളം ഒഴിക്കാം. അങ്ങനെ ഒഴിക്കാവുള്ളൂ. അത് ചെല്ലുമ്പോ തന്നെ ഷവർ ഓൺ ആക്കുന്നു നേരെ. അത് തന്നെയല്ല, നമ്മൾ പണ്ട് പറയാറുണ്ട് ഈ കുളിച്ചു കഴിഞ്ഞ ആദ്യം പുറം തോർത്തണം എന്ന് പറയും. അതായത് ആദ്യം ജ്യേഷ്ഠാലക്ഷ്മി വരും. അപ്പൊ ആ ജ്യേഷ്ഠാലക്ഷ്മി വരുന്ന കഴിയുമ്പോ പുറത്തിരുന്നോട്ടെ, പിന്നെ സ്ത്രീലക്ഷ്മി വരുമ്പോ മുഖം, ഇപ്പൊ രണ്ടാമത് മുഖം. സത്യത്തിൽ അതല്ല, നമ്മുടെ നട്ടെല്ലിനകത്തോടെ പോകുന്ന സുഷ്മനാ നാഡിക്ക് അധികം തണുപ്പുകൾ ഏക്കാൻ പറ്റാത്തത് കൊണ്ടും അവിടെ തണുപ്പ് കുറെ നേരം നിൽക്കാത്തത് കൊണ്ട് ആദ്യം നമ്മൾ പുറം തുടക്കുക. അതാണ് അതിന്റെ നിയമം, അതിന്റെ ശാസ്ത്രീയ വശം. അതിന്റെ ശാസ്ത്രീയ വശം. അതിനുശേഷം മുഖം തുടക്കുക. അങ്ങനെ കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ കുളിക്കുന്ന വെള്ളം ഗംഗയാണ് എന്ന് സങ്കല്പിച്ച് വേണം കുളിക്കാൻ. നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ പോലും അതിന്റെ ആ പൂർണ്ണമായ ശക്തി നിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ അതിനെയും ദേവീ ദേവന്മാരായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഗംഗേ ജയമിനെ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധം ഗുരു എന്ന് പറയണ ആ ഒരു മന്ത്രമൊക്കെ ജപിച്ച് നമ്മളൊന്ന് ജപിച്ച് തളിച്ച്, അതായത് ഒന്ന് മുങ്ങിക്കഴിഞ്ഞ് ആ വെള്ളം കൊണ്ട് തലയിൽ മൂന്നണം. അതായത് ഗംഗ ഈ പുണ്യനദികളിലെല്ലാം തീർത്ഥങ്ങൾ എൻ്റെ ശരീരത്തിൽ ഒഴുകി ഞാൻ പൂർണ്ണമായ എനർജിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ ആ സങ്കല്പത്തിലേക്ക് അങ്ങനെ നമ്മൾ ആ വെള്ളമൊക്കെ ഒഴിച്ച് വേണം കുളിക്കാനായിട്ട്. ഞാൻ ഇപ്പൊ തിരുമേനി പറഞ്ഞല്ലോ, ആദ്യം കാല്, പിന്നെ ദേഹം, പിന്നെ തല. നമ്മൾ ഈ പുഴയിലൊക്കെ കുളിക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ആവും. കാരണം കാലിൽ പുഴയിലേക്ക് ഇറങ്ങി ആ ദേഹം നനഞ്ഞിട്ടാണല്ലോ നമ്മൾ ലാസ്റ്റ് തല മുങ്ങുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് തിരുമേനി, പണ്ടൊക്കെ ആൾക്കാർക്ക് ഈ പുഴയിൽ മുങ്ങി കുളിക്കുന്ന ആൾക്കാർക്ക് പുഴയിലും കുളത്തിലും മുങ്ങി കുളിക്കുന്ന ആൾക്കാർക്ക് അല്ല അത് പണ്ടൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഇപ്പോഴും നമുക്കൊരു ബക്കറ്റിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഷവർ ഓൺ ചെയ്യണ നിർബന്ധം പിടിക്കാതിരുന്നാ പോരെ, കാല് കഴുകി കൈ കഴുകി അങ്ങനെ അങ്ങ് പോകാലോ. അതെ അതെ അതെ. ഇനി കുളി കഴിഞ്ഞിട്ട് ഈറനോടെ വന്ന് ചില ദിവസം ചില വീടുകളിൽ രാവിലെ വിളക്കത്തിക്കുന്ന പരിപാടിയുണ്ട്. കുളി കഴിഞ്ഞിട്ട് ഈറനോടെ വന്നാണോ നിലവിളക്ക് കത്തിക്കേണ്ടത്? ഈ നിലവിളക്ക് കത്തിക്കേണ്ട സമയം, അതിന്റെ രീതി ശരിക്ക് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലാണ് വിളക്ക് കൊളുത്തേണ്ടത്. ആ സമയത്ത് ചിലപ്പം പലപ്പോഴും നമുക്ക് എണീക്കാനും കുളിക്കാനും ഒക്കെ പറ്റിയെന്ന് വരില്ല എണീക്കുമ്പോൾ. പിന്നെ ഞാൻ അതിനെ ചൈനീസ് മുത്തശ്ശിമാരും ഒക്കെ ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലത് ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് കൊളുത്തുന്നത്. ബ്രഹ്മമുഹൂർത്തം 3:30 ശേഷം ഇങ്ങോട്ട് ബ്രഹ്മമുഹൂർത്താണ് രാവിലെ. പക്ഷെ 3:30, 4, 4:30 ഒക്കെ ആ സമയമൊക്കെ എടുക്കാം. അത് ഈ രാവിലത്തെ സമയത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുന്ന സമയമാണ്. മനസ്സിനെ ഏറ്റവും ഏകാഗ്രതയായത്. കാരണം നമ്മളിങ്ങനെ കിടന്നുറങ്ങി നമ്മളെ ക്ഷീണമെല്ലാം മാറി നമ്മളെ സജീവമായ ശരീരം, സജീവമായ മൈൻഡ്, നമ്മൾ കുളിച്ചു കഴിഞ്ഞപ്പോൾ ടോട്ടലാണ് ഫ്രഷാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ അതിഗംഭീരമായി നിൽക്കുന്ന കോൺസെൻട്രേഷൻ കിട്ടും. അപ്പൊ ആ സമയത്ത് വിളക്ക് കൊളുത്തുന്നതും നാമജപം ചെയ്യുന്നതും വളരെ വളരെ കേമാണ്. അത് എന്താ വെച്ചാൽ ഒരു ദിവസത്തിന്റെ ആരംഭമല്ലേ. നമ്മളിപ്പോ രാവിലെ ഗണപതി ഹോമം കഴിക്കുന്നത് പോലെ തന്നെ ആ കുടുംബത്തെ അത്രയും ജപാദികൾ ചെയ്യുമ്പം ആ കുടുംബത്തെ ഉണ്ടാകുന്ന അത്രയും എനർജികൾ പുറത്തേക്ക് പോവാണ്. അത് രാവിലെ കുളിച്ചിട്ട് തന്നെ വിളക്ക് കത്തിക്കണം നിർബന്ധമുണ്ടോ? കയ്യും കാലും മുഖം കഴുകി ബ്രഷൊക്കെ ചെയ്തിട്ട് വിളക്ക് കത്തിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ എന്താ പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിക്ക് ശരീരശുദ്ധം നിർബന്ധമാണ്. നമ്മളിപ്പോ അമ്പലത്തിൽ പോകുമ്പോൾ ഓരോ ശുദ്ധം നമ്മളോട് പറയണേ, ഇപ്പൊ കുളിക്കാതെ ഞാൻ അമ്പലത്തിൽ പോയാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ ഉത്തരയില്ല. നമ്മൾ രാവിലെ ഇപ്പൊ ഞാൻ കാലും മുഖേ കഴുകുള്ളൂ എന്ന് പറയണതിൽ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില മുത്തശ്ശിമാരൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അധികം തെറ്റ് എന്ന് പറയാനില്ല. പക്ഷെ പരമാവധി മേല് കഴുകുക, സ്നാനം പഞ്ചവിധം ഭോക്തൃ എന്ന് പണ്ട് പറയാറുണ്ട്. എന്ന് വെച്ചാൽ വെള്ളം കണ്ടാ പോരാ, അത്യാവശ്യം ജപിച്ച് തളിച്ചിട്ടെങ്കിലും തളിച്ചിട്ട് കത്തിക്കുന്ന വിരോധമില്ല. പക്ഷെ കുളിച്ചിട്ട് ചെയ്യുന്നത് ഉത്തമമാണ്. അതുപോലെ വിളക്കത്തിക്കുമ്പോ ചിലര് പൂ പറിച്ച് വിളക്കിന് ചുറ്റും ഇങ്ങനെ ഭംഗിയായിട്ട് വെക്കുന്നു. അതുപോലെ ഒരു മാലയൊക്കെ വൈകുന്നേരം കെട്ടി വെച്ചിട്ട് ഫോട്ടോയിലൊക്കെ ചാർത്തി വിളക്കത്തിക്കുന്നു. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അങ്ങനെ വിളക്കത്തിച്ചാൽ നമുക്ക് കൂടുതൽ ഐശ്വര്യം കിട്ടും? അല്ല, നമ്മൾ ദീപത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രകാശരശ്മി, ദൈവത്തെ തന്നെ ഒരു സമ്പൂർണ്ണമായ അനുഗ്രഹത്തെ നൽകുന്നത്. അല്ലെങ്കിൽ ദീപത്തെ ദേവന്മാരുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ഓരോ ദേവസഭ ഭഗവത്സവയൊക്കെ കഴിക്കുമ്പോൾ ദൈവത്തിലേക്കാണല്ലോ ദേവന്മാരെ ആവാഹിക്കണം പോലും. അപ്പൊ ആ ദേവന്മാരുടെ എല്ലാ ചൈതന്യവും ഉൾക്കൊള്ളുന്നതാണ് വിളക്കിലെ ദീപം എന്ന് പറയണേ, അഗ്നി. അതൊരു ഭഗവാൻ തന്നെ. രാവിലെ കത്തിക്കേണ്ടി? എപ്പോഴാണെങ്കിലും തിരി 5 എണ്ണം
കത്തിക്കുന്നത് കേമാണ്. കാരണം 4 ദിക്കിനെ സ്മരിച്ചും 5ാമത്തെ കിഴക്ക് വടക്ക് മൂല സ്മരിച്ചും ചെയ്യുന്നത് കേമാണ്. നിവൃത്തിയില്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് 2ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിന് തെറ്റില്ല. അതിന്റെ ചുറ്റും പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നത് കൊണ്ട് ഒരു വിരോധം എന്ന് പറയാനില്ല. ഒരു മാല കെട്ടി നമ്മുടെ അവിടെയുള്ള ഒരു ഫോട്ടോയിൽ ഇടുന്നതും വിരോധമല്ല. അതൊക്കെ നമ്മുടെ ഭക്തിയുടെ ഭാഗങ്ങൾ തന്നെയാണ്. ചിലവര് രാവിലെ നാമം ചൊല്ലുമ്പോ ഇതുപോലെ മന്ത്രം ചൊല്ലുമ്പോ പൂ പറിച്ചു വെച്ചിട്ട് മന്ത്രം ചൊല്ലുമ്പം ആ പൂക്കൾ പ്രതിമയിൽ അർപ്പിച്ചുകൊണ്ട് മന്ത്രം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും? മന്ത്രവും നാമവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. മന്ത്രവും നാമവും ഒന്നല്ലേ? മന്ത്രവും നാമവും ഒന്നല്ല. നാമം എന്ന് പറഞ്ഞ അർത്ഥം പേരെന്നർത്ഥം. നാമം എന്ന് വെച്ചാൽ പേരാണ്. മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ട് ഒരു അർത്ഥവ്യത്യാസം ഒത്തിരി വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് നാമം എന്ന് പറഞ്ഞ രാമ 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 അത് നാമാണ്. അത് നാമാണ്. നമശിവായ എന്ന് പറഞ്ഞാല് നാമാണ്. അത് മന്ത്രമായി മാറുന്ന ഇപ്പോഴാണ്. നമശിവായ 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 എന്ന് ചോദിച്ചാൽ നാമമാണ്. അത് ഓം നമശിവായ എന്ന് പറഞ്ഞാൽ മഹാദേവന്റെ മൂലമന്ത്രം. ഈ മൂലമന്ത്രം ജപിച്ച് പുഷ്പാഞ്ജലിയൊക്കെ പൂജാമുറി കഴിക്കുമ്പോൾ അവിടെ സൂക്ഷ്മമായിട്ട് ഇപ്പൊ ഒരു ബിംബോപാധി ശരീരമില്ലെങ്കിൽ പോലും അവിടെ ചൈതന്യവർദ്ധനവ് കൂടിക്കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. നമ്മള് ഗ്രഹാചരണം പറ്റുള്ളൂ, ദേവാചരണം പറ്റില്ല. ക്ഷേത്രാചരണം ഒരു കുടുംബത്തിൽ നടക്കണം മോശമല്ല. നമശിവായ ജപിച്ചാവാം. അല്ല തിരുമേനി, അത് ബുദ്ധിമുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്ഷേത്രത്തിൽ പാലിക്കേണ്ട ചിട്ടകളൊക്കെ അപ്പൊ ആ വീട്ടിലും പാലിക്കണം എന്നാണോ? അല്ല, പിന്നെ അശുദ്ധങ്ങൾ മറ്റു കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെതായ ദുരിതങ്ങൾ വരുമല്ലോ. പിന്നെ ആ ചൈതന്യം തന്നെ നാളെ അവിടെ ഉണ്ടെന്നുള്ളത് ഒരു രാശിയൊക്കെ പിന്നെ ചൈതന്യം കുടുംബത്തുണ്ടെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായില്ലേ? പണ്ട് അരക്കകത്ത ഭഗവതിയൊക്കെ ഇരുന്ന പോലെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ മനസ്സ് ഏകാഗ്രമായി നമ്മൾ അർച്ചിക്കുന്ന എന്തും ദേവന് പ്രിയപ്പെട്ടാണ്. ദേവന് വിരോധമില്ല. പക്ഷെ ആ ദേവചൈതന്യം നമ്മൾ ശ്രീകോലി ചെയ്യുന്ന ആചരണം കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞ മൂലമന്ത്രം ചൊല്ലി പൂജാമുറികൾ നമ്മൾ നാമം ചൊല്ലേണ്ട കാര്യമില്ലല്ലേ? നാമം ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് പൂവൊക്കെ അർച്ചിക്കാം. പക്ഷെ അത് മൂലമന്ത്രമായിട്ട് ചെല്ലാതിരുന്നാൽ മതി. നമ്മള് നാമജപം കഴിഞ്ഞു. അത് കഴിഞ്ഞ് രാവിലെ തന്നെ ചിലർ ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാര്, രാവിലെ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി നേരെ ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാർ, ചിലവർ ഈ അമ്പലക്കുളത്തില് കുളിച്ചിട്ട് ആ ഈറനോടെ ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഈറനോടെ പോകുന്നതാണോ? ഞാൻ കേട്ടിട്ടുണ്ട് ഈറനോടെയൊക്കെ പോയി അമ്പലത്തിൽ തൊഴുത 10 പ്രാവശ്യം ചൊല്ലുന്ന മന്ത്രം അതിന്റെ ഇരട്ടി ഫല നമുക്ക് കിട്ടുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈറനോടെ അമ്പലത്തിൽ പോകുന്നതിനെ കുറിച്ച്? മുങ്ങിക്കുളിച്ചു കഴിഞ്ഞാൽ സർവ ശുദ്ധിയായി ആക്കുക. എല്ലാ ശുദ്ധവും വന്നു കഴിഞ്ഞു. നമുക്ക് നമ്മള് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടി എനർജറ്റിക് പ്ലേസ് എന്നാണല്ലോ പറയണത്. ആ പൂർണ്ണ ശുദ്ധമായിട്ട് അദ്ദേഹത്തിന് ദേവനെ തൊഴാൻ പറ്റും. അതായത് കുളിച്ച ഉടനെ ഒരു ഭക്ഷണം പോലും കഴിക്കാതെ ആ അമ്പലത്തിൽ മുങ്ങിക്കുളിച്ച് നേരെ ആ ദേവന്റെ മുമ്പിൽ പൂർണ്ണ ശുദ്ധം. അത് സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ച് ഒരുങ്ങി പേസ്റ്റൊക്കെ കുട്ടിയൊക്കെ ഇട്ട് പോകുന്നതിന്റെ 1000 ഇരട്ടി ഫലമാണ് ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളി. അത് അങ്ങനെ ക്ഷേത്രക്കുളത്തിൽ മുങ്ങി കുളിച്ച് കയറണം. അല്ലാണ്ട് നമ്മളിപ്പോ അവിടെ ചെന്നിട്ട് 2 കുപ്പി മിനറൽ വാട്ടർ മേടിച്ച് മേത്തൊഴിച്ച് കയറുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് ഈറനോടെ ചിലവരങ്ങനെ കണ്ടിട്ടുണ്ട്. ഈറനോടെ കയറാൻ വേണ്ടി നനഞ്ഞ ഡ്രസ്സൊക്കെ ആയിട്ട് പോകും, എന്നിട്ട് അവിടെ ചെന്നിട്ട് അത് കൊടുത്തിട്ട് നമ്മള് മുങ്ങിക്കുളിച്ച് കയറുന്ന ശുദ്ധം എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര ശുദ്ധമാണ്. കാരണം നമ്മള് എനർജിയെ സ്വീകരിക്കുകയും കൂടിയാണല്ലോ ക്ഷേത്ര ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരത്തുള്ള നെഗറ്റീവായി നിൽക്കുന്ന എനർജിയെ നമ്മൾ മാറ്റുകയും പോസിറ്റീവായി നിൽക്കുന്ന എനർജിയെ അത് ദൈവിക ശക്തിയുടെ രൂപത്തിലും മറ്റു രീതിയിലും പ്രസാദത്തിന്റെ രൂപത്തിലും ഉള്ളിലേക്ക് ആവാഹിക്കാം. നമുക്കൊരു അനുഗ്രഹം കിട്ടാനുള്ള ആ അനുഗ്രഹം കിട്ടുന്ന സ്ഥലം ഏറ്റവും ശുദ്ധമായി സൂക്ഷിക്കുന്നത്. അതായത് നമ്മുടെ ശരീരശുദ്ധി നിർബന്ധമാണ്. അതുപോലെ നമ്മൾ ക്ഷേത്രത്തില് രാവിലെ പോയി നാമം ചൊല്ലുന്ന ആൾക്കാരുണ്ട്, ക്ഷേത്രത്തിലിരുന്ന് നാമം ചൊല്ലുന്ന ആൾക്കാര്. ക്ഷേത്രത്തിൽ ഇരുന്ന് നാമം ചൊല്ലുന്നതാണോ അതേ നമ്മുടെ പൂജാമുറിയിൽ നിന്ന് നാമം ചൊല്ലുന്നതാണോ നമ്മുടെ കുടുംബത്തിന് ഉത്തമം? അല്ല, ഇത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ജപിക്കുന്നതും ശക്തമാണ്. അമ്പലത്തിൽ നിന്ന് ജപിക്കുന്ന ജപിയാണ്. കുളത്തിലിരുന്ന് നാമം ജപിക്കാം. അതായത് സാധകം ചെയ്യുന്നത്. അതെ അതെ. നാമം ജപിക്കൂ. അമ്പലത്തിൽ 10 100, ഇല്ലത്ത് 10 10, കുളത്തിൽ 10,000. അതായത് ഇല്ലത്ത് 10 10, ഇല്ലത്തിരുന്ന് ചോദിച്ചാൽ കുടുംബത്തിരുന്ന് ചോദിച്ചാൽ 10 ചോദിച്ചാൽ 10ന്റെ ഫലം, അമ്പലത്തിൽ ഇരുന്ന് 10 ചോദിച്ചാൽ 100ന്റെ ഫലം, കുളത്തിൽ 10,000. കുളത്തിൽ മുങ്ങിയൊക്കെ കുളിച്ചിട്ട് കുളക്കടവ് ഇരുന്ന് ജപിക്കുക, സൂര്യനെ നോക്കിയിരുന്ന് ജപിച്ചാൽ 10ന് 1000ന്റെ ഫലമാണ്. ഇതാണ് നാമജപത്തിന്റെ ഒരു ഫലം. ക്ഷേത്രത്തിൽ ഇരുന്ന് നാമം ജപിക്കുമ്പോൾ അതിന് ഗുണം എന്താന്ന് വെച്ചാൽ, ഒന്നും നമ്മുടെ നാമജപം ഓട്ടോമാറ്റിക് ആ ദേവനിലേക്ക് ഇല്ല. അപ്പൊ നമ്മുടെ വക അവിടെ ഒരു പുഷ്പാഞ്ജലി നടക്കുക, നാമം കൊണ്ട് അർച്ചന നടക്കുകയാണ്. അത് ആ വ്യക്തിയെ സംബന്ധിച്ച് ഇതിപ്പരം ഒരു മഹാഭാഗ്യമില്ല. കാരണം ശ്രീകോലി കയറണ്ട,
പൂജകനാവണ്ട, ഒരു പൂജാരിയാകണ്ട, അദ്ദേഹത്തിൻ്റെ ജപാദികൾ നേരെ ക്ഷേത്രത്തിലേക്ക് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിനകത്ത് കയറിയ മറ്റ് കാര്യങ്ങളൊന്നും സംസാരിക്കാതെ, ഒരു വാക്ക് പോലും വേറെ സംസാരിക്കാതെ ഈശ്വരനാമം മാത്രം ഉരുവിട്ട് ക്ഷേത്രത്തിൽ കയറണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ ഈ ജപാദികളുടെ ശക്തി കൂടുന്നത് കൊണ്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ രാവിലെ ഒരു ദിവസം മുഴുവൻ പോസിറ്റീവായിട്ട് ചെയ്യാൻ വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ. ഇത് കൂടാണ്ട് ഇനി നമുക്ക് രാവിലെ ഒരു ദിവസം മുഴുവൻ പോസിറ്റീവായിട്ട് ചെറിയ ചെറിയ ടിപ്സ് അങ്ങനെ എന്തെങ്കിലും? അതെ, ക്ഷേത്രത്തിൽ പോകുന്ന തന്നെ, ക്ഷേത്രത്തിൽ നമ്മൾ രാവിലെ ചെന്നു, നമ്മളിപ്പോൾ അമ്പലത്തിൽ കയറുന്നു, അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായത് വേണ്ടത് അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാനെ കണ്ട് പ്രദക്ഷിണം വെക്കണേ. അമ്പലത്തിന് 1, 3, 5, 7, 9 അങ്ങനെ 6 എല്ലാ പ്രദക്ഷിണ, പലർക്കും പല ദേവന്മാർക്കും. ശിവന് നമ്മൾ മുഴുവൻ പ്രദക്ഷിണം വെക്കത്തില്ല, പകുതി പ്രദക്ഷിണം. അപ്പൊ ആ ദേവന് പ്രദക്ഷിണം വെക്കണത് എന്താ പറയണേ, യാനിച്ച പാപാനി ജന്മാന്തര കൃതാനിച്ച താനി വിനിശ്ചന്തി പ്രദക്ഷിണ പതേ പതേ. എല്ലാ ജന്മാന്തരങ്ങളായി നിൽക്കുന്ന ശാപതാപങ്ങളും എന്നിൽ നിന്ന് ദേവനിലേക്ക് മാറി ഞാൻ പാപവിമുക്തനാവുന്നു. അങ്ങനെ ജപിച്ചുകൊണ്ടാണ് പ്രദക്ഷിണം വെക്കുന്നത്. ഇനിയിപ്പോ ഇത് ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ശിവന്റെ ആണ് നമഃശിവായ ചോദിക്കാം, വിഷ്ണുവിന്റെ ആണ് നാരായണനാമം ചോദിക്കാം, ഭഗവതിയുടെ ആണ് അമ്മേ നാരായണ ചോദിക്കാം. ഇതൊക്കെ ജപിച്ച് പ്രദക്ഷിണം വെച്ചാൽ തീരുന്നുണ്ടോ? പ്രദക്ഷിണം വെക്കുമ്പോ ചിലവർ ഭയങ്കര സ്പീഡിൽ, തിരക്കുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഓടി പ്രദക്ഷിണം വെച്ചിട്ട് അതിന് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലവരിങ്ങനെ അടിപ്രദക്ഷിണം വളരെ സ്ലോയില് അടി വെച്ച് പ്രദക്ഷിണം. ഞാൻ മുൻപ് ഇതിനകത്തെ കുറിച്ച് വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഞാൻ അങ്ങയുടെ ചോദ്യം ആയതുകൊണ്ട് ഒന്നുകൂടി പറയാം. എന്താ വെച്ചാൽ 9 മാസം ഗർഭിണിയായ ഒരു സ്ത്രീയുടെ തലയിൽ ഒരു കുടം എണ്ണ വെച്ചാൽ അവൾ എപ്രകാരം നടക്കുമോ അപ്രകാരം പ്രദക്ഷിണം. വളരെ സ്ലോയിൽ വേണം പ്രദക്ഷിണം. അതായത് ആ ഓരോ പദങ്ങളും പാത വെക്കുമ്പോഴും അത് അത്രയ്ക്ക് സൂക്ഷിച്ച് വെക്കുമ്പോഴാണ് അതിൻ്റെതായി നിൽക്കുന്ന ഫുള്ളായിട്ടുള്ള ആ ഗുണം നമ്മളിലേക്ക് എത്തിച്ചേരുള്ളൂ. അത്ര നന്നായിട്ട് വേണം പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മൾക്ക് ഈ ശിവേലി നടുക്കുള്ള കല്ലുണ്ടല്ലോ, ചിലപ്പോ അറിയാണ്ട് കാല് തൊട്ട് കഴിയുമ്പോൾ ചിലവരത് തൊട്ട് തലയിൽ വെക്കും. ഇന്നാളെ ഞാൻ എവിടെയോ വായിച്ചു, നമ്മളതിൽ തൊട്ട് തലയിൽ വെക്കാൻ പാടില്ല, തൊടരുതെന്ന്. ശരിയാണ്, ചവിട്ടാനേ പാടില്ല. ഇത് ചവിട്ടിയാ വീണ്ടും ഒന്നോടെ തൊട്ട് തല ചവിട്ടിണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കുറ്റബോധം മാറാൻ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ മുമ്പിൽ ക്ഷമാപണം പറഞ്ഞാൽ മതി. തൊട്ട് അത് കൂടുതൽ തെറ്റാണോ? അതിന് തൊടാൻ പാടില്ല ശരിക്കും. ഇല്ല, നമ്മളെ തൊടാതെ ഇരിക്കാൻ ശ്രമിക്കാം. പെട്ടെന്ന് ശ്രീകോലിന്റെ മുമ്പില്, എല്ലാ ശ്രീകോലിന്റെ മുമ്പില് ബലിക്കല്ല് കാണും, അവിടെയാണ് ചവിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അപ്പൊ അത് ശ്രദ്ധിച്ച് ചെയ്യാം. നമ്മൾ ധൃതി, അതാ ക്ഷേത്രത്തിൽ ധൃതി പാടില്ല, സംയമനത്തോടെ വേണം. അപ്പം ധൃതി പറഞ്ഞാൽ തന്നെ ഇതൊക്കെ ഇങ്ങനെ പ്രദക്ഷിണം വെച്ചിങ്ങനെ നമ്മൾ വരുമ്പോ ആ ശ്രീകോവിലിൽ നിന്ന് വരുന്ന തീർത്ഥം നമ്മളിങ്ങനെ കയ്യിലെടുത്ത് തലയിൽ തേക്കുന്നവരുണ്ട്, കുടിക്കുന്നവരുണ്ട്. അപ്പൊ ഇത് തൊട്ടാൽ നമുക്കതൊരു ദോഷഫലമാണെങ്കിൽ അത് തൊടാൻ പറ്റും നമുക്ക്? അങ്ങനെ തീർത്ഥം ഈ ഓവിക്കര വരുന്ന തീർത്ഥം എന്ന് പറയുന്നത് പുറത്തേക്കാ വരുന്നത്. അതിന് ആ ഓവിന് ചൈതന്യം ഇല്ല, തീർത്ഥത്തിലെ ചൈതന്യമുള്ളൂ. പിന്നെ രണ്ടാമതൊരു കാര്യം എന്താ വെച്ചാൽ അഭിഷേകം ചെയ്യുന്ന സമയത്തുള്ള തീർത്ഥത്തിലെ ഈ പുണ്യതയുള്ളൂ. അതിനുശേഷം അതിനകത്ത് വരുന്ന വെള്ളങ്ങൾ ചിലപ്പോൾ ശ്രീകോവിൽ കഴുകിയ വെള്ളം വരെ വരും. ഞാൻ പറയല്ല, അഭിഷേകം ചെയ്യുന്ന സമയത്ത് അഭിഷേകത്തിന്റെ തീർത്ഥം ഓവിലൂടെ വരുന്നത് നമുക്ക് എടുക്കുന്നതിൽ തെറ്റില്ല. അത് ശരിക്കും പുണ്യതീർത്ഥം തന്നെയാണോ? അഭിഷേക തീർത്ഥം പുണ്യം തന്നെയാ, കേമാണ്. കാരണം അഭിഷേകം ചെയ്യുന്ന ഇപ്പൊ കലശം ആടുകയാണ്, അപ്പൊ കലശത്തിന്റെ ഓവിൽ നിന്നാണ് ആ തീർത്ഥം ബക്കറ്റിലൊക്കെ പിടിച്ചിട്ട് ആൾക്കാർക്ക് കൊടുക്കണേ, അല്ലാണ്ട് അകത്തുനിന്നല്ലോ, ഓവിൽ നിന്ന് തന്നെ പിടിക്കണേ. അല്ലെങ്കിൽ അകത്തെ പീഠത്തിന്റെ ഓവിൽ പാത്രം വെച്ച് തീർത്ഥം എടുക്കും. ഇത് രണ്ടും എടുക്കാറുണ്ട്. പിന്നെ ആ അഭിഷേകം കഴിഞ്ഞ് പിന്നെ ആ തീർത്ഥത്തിൽ പുണ്യം അങ്ങനെയൊക്കെ തീർത്ഥം തന്നെ ആവില്ല അത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള ദാഹമാവും. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് നിർമാല്യം എന്ന് പറഞ്ഞാൽ അശുദ്ധാവും. കയ്യ് ഈ ശുദ്ധത്തിന് ഒരു വ്യത്യാസമുണ്ട്, നിർമാല്യം അല്ലെങ്കിൽ ശുദ്ധം. പൂജ കഴിഞ്ഞ സാധനങ്ങളൊക്കെ നിർമാല്യ ശുദ്ധി വരും. അപ്പം പിന്നെ ഈ കൈ നിർമാല്യമായി പിന്നെ തൊഴാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ നമ്മൾ അവസാനമേ തീർത്ഥം മേടിക്കാവുള്ളൂ, പ്രസാദം മേടിക്കാവുള്ളൂ. തൊഴിൽ മുഴുവൻ കഴിഞ്ഞിട്ടേ തീർത്ഥം. അമ്പലത്തിൽ ചെന്ന് പ്രസാദം മേടിച്ച പ്രസാദം നിർമാല്യമാണ്. നിർമാല്യമായ കൈകൊണ്ട് പിന്നെ ഭഗവാനെ ദേവനെ തൊഴരുത്. തീർത്ഥം മേടിച്ച കൈകൊണ്ട് പിന്നെ തീർത്ഥം കഴിച്ച കൈ എച്ചിലായില്ലേ, വായച്ചിലായില്ലേ, പിന്നെ നാമം ജപിക്കണ എങ്ങനെയാ? ഇറങ്ങാൻ നേരത്ത് മാത്രമേ പ്രസാദവും തീർത്ഥം എല്ലാം എല്ലാ തൊഴിലും കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് പ്രദക്ഷിണം കഴിഞ്ഞ് നമസ്കാരം, ദീർഘദണ്ഡ നമസ്കാരം, നിർലജോ ഗുരു സന്നിധവും ശരീരമർത്ഥം പ്രാണൻ ജാ സദ്ഗുരുഭ്യോ നിവേദയാൽ, അല്ലയോ ഭഗവാനെ മുമ്പിൽ നമസ്കരിക്കുകയാണെന്ന് പറഞ്ഞ് നമസ്കാരവും കഴിഞ്ഞ് എണീറ്റ്
പ്രസാദം മേടിക്കുക. അതല്ല ഗുരുവായൂരൊക്കെ പുറത്തല്ലേ പ്രസാദം പുറത്തെ കൊടുക്കുന്നത്. പ്രസാദം കൊടുക്കുന്നത്. എന്താ കാര്യം വെച്ചാൽ അകത്ത് നിർമാല്യമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നത്? തീർത്ഥമൊക്കെ അകത്ത്, പ്രസാദമല്ല തീർത്ഥം ഇതല്ലേ കൊടുക്കണം. മനസ്സിലാവും? അതും തൊഴിൽ കഴിഞ്ഞ് വാങ്ങിച്ചാലാണ് നമ്മൾ ആ കാരണം പൂ നിർമാല്യ ശുദ്ധമുണ്ട്. ആ നിർമാല്യം ആയിക്കഴിഞ്ഞാൽ കൈയൊന്ന് കഴുകിയിട്ട് വേണം പിന്നെ ഭഗവാനെ നമ്മൾ തൊഴുന്നതിന്. ഒരു ദിവസത്തിൽ പുലർക്കാലത്ത് നമ്മൾ ആ ദിവസം മുഴുവൻ പോസിറ്റീവായിട്ടിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചെല്ലാം തിരുമേനി നമ്മളോട് സംസാരിച്ചു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.